മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. അപ്പോൾ നമ്മൾ ഇന്ന് പാലായിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിൽ ഒരു 10 സെന്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാല പൊൻകുന്നം റോഡിലാണ്. ചോദിക്കുന്ന വില 59 ലക്ഷം രൂപ മാത്രം, നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. അപ്പോൾ നല്ലൊരു RC പള്ളി അടുത്ത് ഏകദേശം ഒരു 250 മീറ്റർ ദൂരത്തുണ്ട്. അമ്പലം ഒരു 700 മീറ്റർ ദൂരത്തുണ്ട്. മുത്തോലി ബ്രില്യൻറ്റിലേക്ക് പോകാൻ എളുപ്പമാണ്. അതുപോലെ ചെറുപ്പങ്ങൽ മെഡിസിറ്റിയിലേക്ക് പോകാൻ എളുപ്പമാണ്. കടകൾ ഒരു ചെറിയ കടകളൊക്കെ ഒരു 200-300 മീറ്റർ അടുത്തൊക്കെ ഉണ്ട്. പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഹൈവേയിലേക്ക് ഇറങ്ങാനായിട്ടൊരു 700-800 മീറ്റർ ദൂരമാണ്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകൾ, പച്ചക്കറി, പലചരക്ക്, കോൾഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ ബേക്കറി, ഹോട്ടൽ എന്ന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും, വെള്ളം കയറാത്തതും എന്നാൽ കിണർ വെള്ളം പറ്റാത്തതും കിട്ടുന്നതുമായ നല്ലൊരു പ്രോപ്പർട്ടിയുടെ നല്ലൊരു ദൃശ്യങ്ങളുമായിട്ട് ഇതാ മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ഇതാ ടാർ റോഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആരംഭിക്കുക. നല്ലൊരു ഫ്രണ്ട് വ്യൂ ഉള്ള നല്ലൊരു വീട് തന്നെയാണ്. 59 ലക്ഷം രൂപ ചോദിക്കുക മാത്രം. പഞ്ചായത്ത് റോഡരികിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 59 ലക്ഷം രൂപ ചോദിക്കുക മാത്രം, അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ താഴേക്ക് നല്ല വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടാൽ തന്നെ നല്ല മനോഹരമായൊരു വീടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നോവ പോലെയുള്ള വലിയ വണ്ടികൾ, വലിയ കാറുകൾ കയറാൻ പാകത്തിന് വലിപ്പമുള്ള ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. അവിടെ നിന്ന് നമ്മുടെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിരിക്കുന്നതും അതുപോലെ മുറ്റമെല്ലാം ചിപ്സ് ഇട്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും നമുക്ക് കാണാം. വാഹനം കയറി ഇറങ്ങേണ്ട ഭാഗത്ത് ഇൻ്റർലോക്കാണ് ഇട്ടിരിക്കുക. കാർ പോർച്ച്, നല്ല വലിപ്പമുള്ള കാർ പോർച്ച്, വലിപ്പമുള്ള പില്ലറുകൾ, അതുപോലെ തന്നെ തൊട്ട് താഴേക്ക് തന്നെ അടുത്ത വീടുകളുണ്ട്. പുതിയ വീടുകൾ പണി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല. കിണർ തേകുവാനുള്ളതാണ്, എങ്കിലും ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നമ്മൾ സൈഡ് വ്യൂ നോക്കിപ്പോയാലും എല്ലാം 4 സൈഡിലും ഇഷ്ടംപോലെ നടക്കുവാനായിട്ടുള്ള സ്പേസൊക്കെ ഉള്ള നല്ല ഒരു, വേണമെങ്കിൽ ഷെഡൊക്കെ അടിച്ച് വേണമെങ്കിൽ ഒരു നമുക്ക് തുണി ഉണങ്ങാനിടുവാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം വലിപ്പമുള്ള നല്ലൊരു ബാക്ക് സൈഡൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ മുറ്റമുണ്ട്. അടുത്തൊക്കെ നല്ല വീടുകളുണ്ട്. ഈ തൊട്ടപ്പുറത്തെ വീട് കൊണ്ട് ഈ പഞ്ചായത്ത് റോഡ് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് വീടുകളിലേക്ക് മാത്രം വരേണ്ട രീതിയിലുള്ള ഒരു റോഡ് ആക്സസ് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു RC പള്ളി അടുത്തുണ്ട്. അമ്പലവുമായിട്ട് അധികം ദൂരത്തിലല്ല, കടകളുമായിട്ട് അധികം ദൂരത്തിലല്ല. എല്ലാ സ്കൂളുകളുടെയും ബസ്സുകൾ ഇതുവഴിയൊക്കെ വരുന്നതാണ്. സ്കൂൾ വാഹനങ്ങൾ, കുട്ടികളെ സ്കൂളിൽ വിടുവാനൊക്കെ ആയിട്ട് നല്ല സൗകര്യമുണ്ട്. നല്ല വലിപ്പമുള്ള ഫില്ലറുകളാണ് കൊടുത്തിരിക്കുക. ഫ്രണ്ട് എലവേഷൻ, നല്ലൊരു എലവേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ റൂഫ് പോലെ ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ നല്ല വ്യൂ ഉള്ള വീട് തന്നെയാണ്. ഒത്തിരി കളറുകളൊക്കെ വാരിക്കോരി കൊടുക്കാതെ നല്ലൊരു വ്യൂ പോയിന്റിൽ ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലിങ്ങിലുള്ള കളറുകളാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടെ നിന്ന് നമ്മുടെ സിറ്റ് ഔട്ട്, കാർ പോർച്ച് എല്ലാം നല്ല വലിപ്പമുള്ള അതാണ്. ഇവിടെ നമുക്ക് തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളി കാണാം. അതുപോലെ ഫ്രണ്ട് ഡോറ് കാണാം. തേക്കിൻ തടി കൊണ്ട് തന്നെയാണ് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുക. കട്ടള ആഞ്ഞിലിയാണ് എങ്കിലും തേക്ക് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. നമ്മുടെ സ്വീകരണമുറി അതിഗംഭീരമായ മനോഹരമായ ഒരു സ്വീകരണമുറിയാണ്. ഇവിടെ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റുകൾ, ജിപ്സം വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിനകത്തേക്ക് കയറുമ്പോൾ ആദ്യമേ കാണുന്ന ഹോളും ഡൈനിങ്ങും നല്ല ഇൻറ്റീരിയർ വർക്കോടുകൂടി അതിഗംഭീരമാക്കിയിട്ടുണ്ട്.
ഒരു ചെറിയ കോർട്ട്യാർഡ് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ടി വിയുടെ പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുക. മക്കളൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടം, അങ്ങനെ ഒരു ട്രെൻഡ് നാട്ടിൽ നിലനിൽക്കുമ്പോൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് സ്റ്റേ കയറുമ്പോൾ പലപ്പോഴും ഒരു പേരൻസൊക്കെ തന്നെയായി പോകുന്ന ഒരു കാലഘട്ടങ്ങളിലേക്കൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു വീട്, അതായത് തീരെ ചെറുതുമല്ല എന്നാൽ ഒരു മിഡിൽ ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് സ്വന്തമാക്കുകയാണെങ്കിൽ പേരൻസിന് ഒരു വലിയ 3000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിച്ചു വാരാനൊക്കെ വൃത്തിയാക്കി ഇടുവാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇതുപോലെ ഒരു 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണെങ്കിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണെങ്കിൽ, എന്നാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ട വീട് കൂടിയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ഇപ്പോൾ കാണുന്ന ആ ഭംഗിയോടുകൂടി തന്നെ നിലനിർത്തുവാനായിട്ട് പറ്റും. നമ്മൾ വലിയ വീടുകൾ പൊക്കുന്നപ്പോഴല്ല, നമ്മുടെ ചെറിയതാണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ വീടുകൾക്ക് വൃത്തിയും ഭംഗിയും വരിക. അങ്ങനെ ഈ വീട് അതങ്ങനെ നമുക്ക് വലിയ വീട് അല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടായതുകൊണ്ട് തന്നെ വൃത്തിയാക്കി ഇടുവാനായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സെർവൻറ്റിനെ വയ്ക്കാനൊക്കെ ചിന്തിക്കുക, സെർവൻസിനെയൊക്കെ കിട്ടുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടൊക്കെ ക്ലീൻ ചെയ്യുവാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറിയത്. ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ അവിടെ കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം. എല്ലാ ബെഡ്റൂമിൻ്റെയും ഭിത്തിയിൽ ഒരു ഭിത്തിയിൽ വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കബോർഡ് വർക്കുകൾ നല്ല വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ്. ഒരു ടേബിളിൻ്റെയും ഒരു അലമാരിയുടെ ഉപകാരം കിട്ടുന്ന രീതിയിലാണ് ഈ കബോർഡുകൾ സെറ്റ് ചെയ്തിരിക്കുക. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ സമീപത്തേക്ക് എത്തി. ഇവിടെ ഒരു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തുണി അയൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടേബിളായിട്ട് ഉപയോഗിക്കാം, ഓഫീസ് ടേബിളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പല രീതിയിൽ ഉപയോഗിക്കാം. അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതുണ്ട് ലെഗ്രാൻഡ് അതുപോലെയുള്ള ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുക. വയറിംഗ് എല്ലാം അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകൾ എല്ലാം ബ്രാൻഡഡ് ആണ്.
ബ്രാൻഡഡ് ആയിട്ടുള്ള സിമെൻറ്റ് കമ്പി മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. മൂന്നാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ. ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡ് ചെയ്തിരിക്കുക. അവിടുന്ന് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് നമ്മളൊന്ന് കയറുകയാണ്. മുത്തോലി ബ്രില്യൻറ്റിൻ്റെ പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. അത് ഏകദേശം 30,000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെയാണ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ കെട്ടിടം, അതും ദന്തൽ കോളേജ് തുടങ്ങുവാനാണ് എന്നും പറഞ്ഞു കേൾക്കുന്നു. കൃത്യമായ വിവരങ്ങളല്ല, എങ്കിലും മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. അത് ദന്തൽ കോളേജ് തുടങ്ങുന്ന ആ കെട്ടിടവുമായിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ ദൂരമായിരിക്കും ഉള്ളത്. എയർ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 1/2 കിലോമീറ്റർ കാണുള്ളൂ. വാഹനമാർഗം പോകുമ്പോൾ ഒരു 10-700 മീറ്റർ ദൂരമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ദന്തൽ കോളേജിൻ്റെ അല്ലെങ്കിൽ ദന്തൽ കോളേജ് ആരംഭിക്കുവാനായിട്ട് എന്ന് പറയപ്പെടുന്ന കെട്ടിടത്തിനടുത്തേക്ക് എത്തും. അങ്ങനെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട്, അപ്പോൾ ഈ നാടൊക്കെ ശരിക്കും പറഞ്ഞാൽ മുത്തോലി ഏരിയ വികസിച്ചത് തന്നെ ബ്രില്യൻ്റ് എന്നൊരു പ്രസ്ഥാനം വന്നതോടു കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചേർപ്പങ്ങൽ മെഡിസിറ്റി വന്നു. മെഡിസിറ്റിയുമായിട്ടൊരു 4 കിലോമീറ്റർ ദൂരമായിരിക്കും, 3.5-4 കിലോമീറ്റർ ദൂരമായിരിക്കും ഇവിടം വരെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഏരിയ ഇനിയും വില വർദ്ധിക്കുകയുള്ളൂ. മൂല്യം വർദ്ധിക്കുന്ന ഒരു മേഖലയാണ് ഇവിടം. ഏതായാലും വീടും സ്ഥലവും നമ്മൾ കണ്ടു. നല്ലൊരു വീടാണ്, നല്ല ഭംഗിയിൽ പണിതിരിക്കുന്ന വീടാണ്. 10 സെൻറ്റ് സ്ഥലം, 1500 സ്ക്വയർ ഫീറ്റ്, 59 ലക്ഷം രൂപയാണ് ചോദിക്കുക. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ, അതും ഫുൾ ലോണോടുകൂടി നമുക്ക് വീട് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. നല്ലൊരു കിച്ചണിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തത്. നല്ല ഗംഭീരമായിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ നല്ലൊരു വീട്, നല്ല ദൃശ്യങ്ങൾ. അപ്പോൾ വീടും സ്ഥലവും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. ഈ വീട് സ്ഥലവും നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ നാളെ വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.